വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഭഗവത്ഗീത 16-ാം അധ്യായം 10-ാം ശ്ലോകം. കാമാസത്യദുഷ്പൂരം ദണ്ഡമാനമതാന്വിത മോഹാൻ ഗൃഹീത്വസ്വാഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃത. കാമാസത്യദുഷ്പൂരം ദണ്ഡമാനമതാന്വിത്വാ മോഹാത് ഗൃഹീതി സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചീവൃത. കാമാസത്യദുഷ്പൂരം ദണ്ഡമാനമതാന്വിത്വാ മോഹാൻ ഗൃഹീത്വാ സ്വഗ്രാഹം പ്രവർത്തന്തേ അശുചീവൃത. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചീവൃതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദണ്ഡമാനമതാന്വിത്വാ മോഹാൻ ഗൃഹീത്വാ സ്വഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃതാഃ. കാമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചീവൃതഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചീവൃതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം
ദമ്പമാനാമതാനിതാഃ മോഹാഗ്നിർവസ്വഗ്രാഹാൻ പ്രവർത്തന്തെ ശുചീകൃതാഃ കാമമാശ്രിത്യ ദുഷ്കൂലം ദമ്പമാനാമതാനിതാഃ മോഹാഗ്നിർവസ്വഗ്രാഹാൻ പ്രവർത്തന്തെ ശുചീകൃതാഃ ദുഷ്പൂരം നിറവേറ്റാനാവാത്ത കാമത്തെ ആശ്രയിച്ചിട്ട് ദമ്പമാനമതാനുത്വം ദമ്പം മാനം മതം ഇവയുള്ളവരായി മോഹം മൂലം അസത്ഗ്രാഹാൻ നശ്വര വസ്തുക്കളെ ഗൃഹീത്വാ സ്വീകരിച്ചിട്ട് അശുചീവൃത അശുദ്ധ സങ്കല്പനിഷ്ഠരായിട്ട് പ്രവർത്തിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് ജയ്. വിവർത്തനം അടക്കാനാവാത്ത കാമം പൂണ്ടും ദമ്പം ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരായ അസുര സ്വഭാവികൾ ക്ഷണികങ്ങളായി ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ഭാവാർത്ഥം അസുര മനോഭാവത്തെ ഇതിൽ വിവരിക്കുന്നു. എപ്പോഴും ആസ്വാദന തൃപ്തരാണ് അവരുടെ കാമം, അസംതൃപ്തരാണ് അവരുടെ കാമം. ഒരിക്കലും തൃപ്തി വരുത്താനാവാത്ത സുഖഭോഗ ആസക്തി വളർന്നുകൊണ്ടിരിക്കും. ഈ നേട്ടങ്ങൾ നശ്വരമായതുകൊണ്ട് അവയെക്കുറിച്ചുള്ള ആകുലതയും ഒപ്പം വളർന്നു വരുന്നുണ്ടെങ്കിലും മായാമോഹിതരായ അവയ്ക്ക് വേണ്ടി ഉള്ള പ്രയത്നം തുടരുന്നു. അജ്ഞാനികളായ അവർക്ക് അറിഞ്ഞുകൂടാ തെറ്റായ വഴിക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. നശ്വരങ്ങളായവയെ സ്വീകരിച്ച് അസുര സ്വഭാവികൾ തങ്ങളുടേതായ ഈശ്വരനെ സൃഷ്ടിക്കുന്നു. സ്വയം കീർത്തനങ്ങളുണ്ടാക്കി വാഴ്ത്തുന്നു. അവർ ലൈംഗിക ആസ്വാദനത്തിലേക്കും ധനസമ്പാദനത്തിലേക്കും അധികം ആകൃഷ്ടരായിത്തീരും. എന്നാണ് അതിൻ്റെ ഫലം. അശുചീകൃത മലിനമായ ശീലങ്ങൾ എന്ന പദപ്രയോഗം വിശേഷാൽ ശ്രദ്ധാവഹമാണ്. മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം എന്നിവ മാത്രമാണ് അസുരപ്രകൃതക്കാരെ ആകർഷിക്കുന്നത്. ഇതാണ് അവരുടെ അശുദ്ധി. മലിനമായ ശീലങ്ങൾ നിത്യ-അഹങ്കാരപ്രേരിതമായി അവർ വേദസംബന്ധങ്ങളില്ലാത്ത ചില മതസിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കാറുണ്ട്. ഇക്കൂട്ടർ കേവലം നിന്നെ അർഹിക്കുന്നുള്ളൂ. എങ്കിലും ലോകം ചില കൃത്രിമ ഉപായങ്ങൾ കൊണ്ട് അവർക്ക് പൊള്ളയായൊരു ബഹുമതി സൃഷ്ടിച്ചു കൊടുക്കുന്നു. നരകത്തിലേക്ക് വഴുതി ഇറങ്ങുമ്പോഴും അവർ ശരിക്കും മുന്നേറുകയാണെന്ന് അവർ കരുതാം. ഓമധ്യാനത്തിന്ദാന്തസ്യ ദിനാഞ്ജനശലാഘയ ചക്ഷുരന്മിലിത തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണവിഷ്ടായ മുരളി ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശാക്തിദിശിതായ പഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തഗൗര വൈഷ്ണവ കീ ജയ്. ശ്രീപ്രഭുപാദ കീ ജയ്. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിൽ ദേവാസുരഭാവങ്ങളാണ് ഭഗവാൻ ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ഒരു പ്രത്യേക ശ്ലോകത്തിൽ 16-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത് നരകത്തിലേക്കുള്ള ഒരു വാതിലാണ് ഈ ശ്ലോകമെന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട്, ഈ ശ്ലോകം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, നമ്മൾ ഈ ഒരു വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ സ്വയം സംരക്ഷിക്കാൻ സഹായിക്കും. സമൂഹത്തിൽ ഒന്നാകെ ആൾക്കാർ ഈ ഒരു വഴിയിലേക്ക് പോകുന്നത്
കാണുമ്പോൾ നമുക്ക് ഒരു കാരുണ്യവും നമ്മുടെ ഉള്ളിൽ തോന്നും. അപ്പം അത് നമ്മുടെ പ്രചരണത്തിന് അല്ലെങ്കിൽ പ്രീച്ച് ചെയ്യാനുള്ളൊരു സഹായവും കൂടെയാണ്. ഇവരെ രക്ഷപ്പെടുത്തണമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. നമുക്ക് സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവർക്ക് കാരുണ്യം കൊടുക്കാനും ഈ ശ്ലോകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിൽ ഓരോ വാക്കുകൾ എടുത്ത് നോക്കിയാൽ ഒന്ന് അടക്കാനാവാത്ത കാമം, അതാണ് തുടങ്ങും. അടക്കാനാവാത്ത കാമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നത്, ശീല പ്രഭുപാദ നെക്ടർ ഓഫ് ഡിവോഷനിൽ പറയുന്നുണ്ട്, കാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ സേവനമാണ്. സേവിക്കുക, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ നിന്ന് എനിക്ക് സ്വയം ആസ്വദിക്കണം എന്ന തലത്തിലേക്ക് വരുന്നതിനെയാണ് കാമം എന്ന് ശീല പ്രഭുപാദ അതിനകത്ത് പറയുന്നത്. അപ്പോൾ സേവനം സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് വരുന്നതിനെയാണ് കാമം എന്ന് പറയുന്നത്. ഒരേ മനോഭാവം തന്നെയാണ്. സേവനത്തിന് ഉള്ള ആ ഒരു മനോഭാവം ചെറിയൊരു മാറ്റം രജോ ഗുണത്തിലേക്ക് വരുമ്പോഴത്തേന് അത് തമോ ഗുണത്തിലെ കാമമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു പ്യുവറായിട്ടുള്ളൊരു വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ അത് ചെറിയൊരു എന്തെങ്കിലും ഒരു മോശ സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഹോൾ ഇതും കേടായിരിക്കും. ഒരു ചെറിയൊരു പാലിനകത്ത് ഒരാൾ പോയിസൺ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഹോൾ പാലും കേടായിരിക്കും. അതേപോലെ സത്വഗുണത്തിലുള്ളതാണ്, അല്ലെങ്കിൽ വിശുദ്ധ സത്വഗുണത്തിലുള്ളതാണ് സേവനം എന്ന മനോഭാവം. ഈശ്വരനെ സേവിക്കുക എന്നുള്ളൊരു മനോഭാവം, ഈശ്വരനെ സേവിക്കുക എന്നുള്ള മനോഭാവമാണ് ഉള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു തരത്തിലുള്ള ഒരു രജോ ഗുണ സ്വഭാവം വന്നു ചേരുമ്പോഴത്തേന് ഇത് കാമമായിട്ട് മാറും എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ കാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇല്ല എന്നേ അത് തോന്നിക്കത്തുള്ളൂ. നമ്മൾ എത്ര കിട്ടിയാലും നമുക്കത് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നും. അതുകൊണ്ടാണ് അത് അടക്കാനാവാത്തത് എന്ന് പറയുന്നത്. നമ്മൾ എത്ര അത് ലഭിച്ചാലും നമുക്കത് തൃപ്തി വരത്തില്ല. നമുക്കെപ്പോഴും ഒരു ലാക്കിങ് അവിടെ ഫീൽ ചെയ്യും, നമുക്ക് പൂർണ്ണത കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും 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 വേണം എന്ന് വിചാരിക്കും. നമ്മൾ ആരും ഈ ലോകത്തിൽ എവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ദ്രിയ തൃപ്തി ചെയ്ത അല്ലെങ്കിൽ കാമപൂർത്തി നടത്തിയൊരു വ്യക്തി തൃപ്തിയായി ഇനി ഞാനിത് നിർത്തുന്നു എന്ന് പറയുന്ന ഒരു കണ്ടീഷനില്ല. ഇത് കൂട്ടിക്കൊണ്ടിരിക്കും. അതിനെയാണ് അടക്കാനാവാത്ത കാമം. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനകത്ത് ദമ്പം, ദുരഭിമാനം എന്നിവയിൽ മുഴുകിയാണ് അവരിയ്ക്കുന്നത്. അപ്പം കാമം എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ നമ്മൾ സെർവൻ്റ് എന്നുള്ള പൊസിഷനിൽ നിന്ന് മാറി മാസ്റ്റർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് വരികയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സേവകനാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് സേവനമാണ്. പക്ഷെ അവിടെ സേവനം ഉള്ള വ്യക്തിയാണ് സേവകൻ എന്ന് പറയുന്നത്. അവിടെ ഇന്ദ്രിയ താല്പര്യം വരുമ്പം അതിനകത്ത് ആ സേവകൻ എന്നുള്ള ഡെസിഗ്നേഷൻ മാറിയിട്ട് അത് മാസ്റ്ററായി മാറുകയും അവിടെ സേവനം എന്നുള്ളത് മാറി കാമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിനെ തിരിച്ച് റിവേഴ്സ് എൻജിനീയറിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത്. നമുക്ക് പാലിൻ്റെ എക്സാമ്പിൾ പലപ്പോഴും പറയാറുണ്ട്. പാലിൽ പുളി ചേർത്ത് കഴിഞ്ഞാൽ തൈരായിട്ട് മാറും. പക്ഷെ തൈരിനെ തിരിച്ച് പാലാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷേ ഡിവോഷണൽ സർവീസിൻ്റെ പവർ അത്ര ഇതുണ്ട്. നമ്മൾ കാമത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഭക്തിയുദ്ധ സേവനം ചെയ്തത് വഴി അദ്ദേഹത്തിന് തിരിച്ച് അത് തൈര് പാലായിട്ട് മാറുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരിക്കലും ആർക്കും ഹോപ്പ് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതിന് രണ്ട് കാരണമുണ്ട് ഹോപ്പ് നഷ്ടപ്പെടേണ്ട. കാരണം ഇത് തിരിച്ച് നടക്കുന്ന കാര്യമാണ്, പ്രൂവണായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്നത് വഴി നമുക്ക് തിരിച്ച് ഭക്തനായിട്ട് മാറുകയും പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതേപോലെ ഇതിനകത്ത് മറ്റൊരു സവിശേഷമായ ഒരു ഉത്സാഹം തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് ഇതിരിക്കുന്നത് എന്നുള്ളതാണ്. എക്സ്റ്റേണലി ഒന്നിലും അല്ല ഇതിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചേഞ്ച് ചെയ്താൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാമത്തിൽ നിന്ന് മാറി സേവനത്തിലേക്ക് വന്നു ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമുക്കൊരു ചേഞ്ച് വരണമെങ്കിൽ പുറമേ എന്തെങ്കിലും ചേഞ്ച് വന്നാലേ എനിക്ക് ചേഞ്ച് വരൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കണ്ടീഷൻഡാണ്. നമ്മളെന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്കിപ്പോൾ ഫുഡ് നമുക്ക് ആർക്കെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാലേ നമുക്കത് എടുത്ത് കഴിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ കയ്യിൽ തന്നെ ഫുഡുണ്ട് എങ്കിൽ എനിക്കത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഫുഡ് എൻ്റെ വീട്ടിലില്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് തന്നാലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ കൃഷ്ണാബോധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്തിയിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ ഒരു ഗിഫ്റ്റ് ശീല പ്രഭുപാദും ആചാര്യന്മാരും തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് വഴി നമ്മളെ തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിന് എക്സ്റ്റേണലി ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് നമ്മൾ കാമത്തിലേക്ക് വീണു പോയത്. ആ ഏത് ചേഞ്ചാണോ വരുത്തിയത് ആ ചേഞ്ചിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഭക്തന്മാരായി തീരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഭക്തനായി തീരാനായിട്ട് യാതൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ തന്നെ സിൻസിയറായിട്ടുള്ള ഡിസയർ മതി എന്നുള്ളതാണ്. അഫ്കോഴ്സ് നമുക്ക് ആചാര്യന്മാരുടെ ഹെൽപ്പ് ഇതെല്ലാം വേണം. പക്ഷേ വേറെ ഒന്നും ഞാൻ ഇന്ന കുടുംബത്തിലാണ് ജനിച്ചത്, ഇന്ന ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇത്രയും അറിവുണ്ട്, ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് അതൊരു ആശാവഹമായൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഭക്തിയിൽ നൈസർഗികമായിട്ടുള്ളതാണ്. നമുക്ക് തന്നെ നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചൈതന്യ ചരിതാമൃതത്തിൽ ജഗായി മതായി എന്ന് പറഞ്ഞ 2 പേരുടെ കാര്യങ്ങളുണ്ട്. അവർ വളരെയധികം ഈ കാമത്തിൽ ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള വ്യക്തികളാണ് കാമത്തിൽ. അപ്പോൾ അവർ മദ്യപിക്കും, സ്ത്രീകളുടെ പുറകെ പോകും, ദേഷ്യം, വഴക്ക്, ഇതെല്ലാം ഉള്ള വ്യക്തികളാണ്. പക്ഷേ ആ വ്യക്തികൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്തപ്പോൾ അവർ പരിശുദ്ധ ഭക്തന്മാരായിട്ട് മാറുക ചെയ്തു. ആചാര്യന്മാരുടെ സോങ്സിൽ വരെ അവരുടെ പേരുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പരിശുദ്ധിയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ അല്ല. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ഒരു പ്രഭുപാദ ഇത് ജപം ചെയ്യുന്നതിന് മുമ്പ് പ്രഭുപാദ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നോട്ട് ആൻ ആർട്ടിഫിഷ്യൽ ഇമ്പോസിഷൻ എന്നാണ് ശീല പ്രഭുപാദ പറയുന്നത്. ഇത് നമ്മളെ ഭക്തനാക്കുക എന്ന് പറഞ്ഞാൽ പുറമേ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ല, നമ്മുടെ ഉള്ളിലുള്ള നൈസർഗികമായിട്ടുള്ള അതിനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും, നമുക്കാരും പ്രഭുപാദനെ പോലുള്ള ആ നിലയിലുള്ള ഒരു ആചാര്യനൊന്നും ചിലപ്പോൾ ആവാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഭക്തരായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം ഇന്ന് രാവിലെ ഞാനൊരു ബുക്കിൽ ഭഗവത്ഗീതയിൽ വായിച്ചാണ് 2-ാം അധ്യായത്തിൽ. അതിൽ പ്രഭുപാദ് വളരെ ആ ശ്ലോകത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട് കാമം എങ്ങനെയാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. 2-ാം അധ്യായത്തിലുള്ളതാണ്, ശ്ലോക നമ്പർ മറന്നുപോയി. അതിനകത്ത് പ്രഭുപാദ് പറയുന്നു നമുക്ക് കാമത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. 2 പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എർജ് ഫോർ സെൽഫ് റിയലൈസേഷൻ പോകും. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു താല്പര്യം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് കാമത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ 2ാമത് പ്രഭുപാദ് പറയുന്നത് നമുക്ക് ആത്മാവിനെക്കുറിച്ചുള്ള സ്പെസിഫിക് നോളജ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ആത്മാവിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ നമ്മളത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കാമത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അമ്പലത്തിൽ പോകാനോ അങ്ങനെ ഭക്തി പരിശീലിക്കാനോ ഉള്ള താല്പര്യം കാണത്തില്ല ആ വ്യക്തി. അത് ഒന്നാമത്തത്. 2 സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. വിജ്ഞാനമാണ് ശീല പ്രഭുപാദ് പറയുന്ന സ്പെസിഫിക് നോളജ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധം. അപ്പം അതാണ്
വിജ്ഞാനം, ഈശ്വരനും ഞാനും തമ്മിലുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് വിജ്ഞാനം. അപ്പം കാമം വന്നു കഴിഞ്ഞാൽ ഇതും നഷ്ടപ്പെടും. നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഒരു ഉത്സാഹം നഷ്ടപ്പെടും. ഈ സ്പെസിഫിക് നോളജ് നഷ്ടപ്പെടും. സ്പെസിഫിക് നോളജ് വെച്ചാൽ നമ്മൾ ഈശ്വരനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ സേവകനാണ് എന്നുള്ള ആ ഒരു ബോധം, അത് രണ്ടും നഷ്ടപ്പെടുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനാണ് നമുക്ക്, അപ്പോൾ അത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഈവൻ മായാവാദ സിദ്ധാന്തക്കാരും ഈ കാമത്തിൽ അധീനപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർക്ക് ആ സ്പെസിഫിക് നോളജ് ഇല്ല സോളിനെ കുറിച്ച്. അവർ ശരീരമല്ല ആത്മാവാണെന്ന് അവർക്ക് ബോധമുണ്ട്, പക്ഷേ ആ സ്പെസിഫിക് നോളജ്, വിജ്ഞാനം, ഞാൻ ഈശ്വരൻ്റെ സേവകനാണ്, ഞാൻ അദ്ദേഹത്തിനെ സേവിക്കണം എന്നുള്ളതില്ല, അവർക്കില്ല. അപ്പം അതില്ലാത്ത അർത്ഥം വെച്ചാൽ അവരും ഒരു തരത്തിൽ കാമത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഞാൻ ഈശ്വരനാണ്, അതൊരു തരത്തിലൊരു കാമമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായും ഇതില്ല. കാമം എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറഞ്ഞു. നമ്മുടെ സേവന മനോഭാവം മാറി ഞാൻ ആസ്വദിക്കണം എന്ന് ചിന്ത വരുമ്പോഴാണ് കാമം ഉണ്ടായത്. അതാണ് തുടക്കത്തിലുണ്ടായത്. നമ്മൾ ആത്മീയ ലോകത്തിൽ എല്ലാവരും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സേവന മനോഭാവത്തെ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, അതിനെ നമുക്ക് ആസ്വദിക്കണം, ഞാൻ ഭഗവാനെ പോലെ ആസ്വദിക്കണം എന്ന് പറഞ്ഞ് കാമം വന്നു. രണ്ടാമത് പറഞ്ഞു, കാമം വന്നു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു. ഒന്ന്, നമുക്ക് ഭക്തി പരിശീലിക്കാനുള്ള ഒരു അർജ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അത് നഷ്ടപ്പെടും. 2, സ്പെസിഫിക് നോളജ് നഷ്ടപ്പെടും. ചിലപ്പോൾ ഞാൻ തിയററ്റിക്കലി അറിയാമായിരിക്കും. ഒരു കാമത്തിൽ അധിഷ്ഠനായ ഒരു വ്യക്തിക്ക് ബുക്ക് നോളജും തിയററ്റിക്കലൊക്കെ അറിയാം. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നൊക്കെ അറിയാമായിരിക്കാം. പക്ഷെ ഈശ്വരൻ്റെ സേവകനാണ് ഞാൻ, ഈശ്വരനെ സേവിക്കണം എന്നുള്ള ആ സ്പെസിഫിക് നോളജ്, വിജ്ഞാനം അയാൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് രണ്ടാണ്. ഇനി ഈ കാമത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ഇതിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക്, അതാണ് പ്രഭുപാദ വ്യാമോഹിതരായ വ്യക്തികൾ എന്ന് പറയുന്നത്. അതിൽ അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ക്ഷണികങ്ങളായ അതിൽ ആകൃഷ്ടരായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഇവർക്കൊരു പ്രശ്നം വെച്ചാൽ ഇത് തിരുത്താൻ ആളില്ല എന്നുള്ളത്. നമുക്കിത് തിരുത്തിത്തരാനായിട്ട് ആളില്ല. എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ഇത്രയും അമ്പലങ്ങൾ നമുക്ക് തന്നത്? നമുക്ക് തിരുനാമങ്ങൾ പോലെ, ബുക്കുകൾ പോലെ, എന്തുകൊണ്ടാണ് ഇത്രയും അമ്പലങ്ങൾ പ്രഭുപാദ് കൺസ്ട്രക്ട് ചെയ്തത്? പ്രഭുപാദിന് ഈ അമ്പല കൺസ്ട്രക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ പ്രചരണം ചെയ്യാമായിരുന്നു. പക്ഷേ പ്രഭുപാദിൻ്റെ പ്രസ്ഥാനത്തിലൊരു വലിയൊരിത് അമ്പലങ്ങൾക്ക് പ്രഭുപാദ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും അവർ സുഖം കണ്ടെത്തുന്നത് ഭൗതികമായ കാര്യങ്ങളിലാണ്. അവർ സുഖം കണ്ടെത്തുന്നത്. ഇതേപോലൊരു പ്രസ്ഥാനമില്ല, ഇതേപോലൊരു അമ്പലമില്ലെങ്കിൽ നമ്മളും സന്തോഷം കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളും സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ വഴിയിൽ പോകും. നമുക്ക് ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നോ അതിന് ഫോളോ ചെയ്യുന്നതാണ് താല്പര്യം. അപ്പം നമ്മളും ഇങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നതെന്ന് വിചാരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമില്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സിനിമയിൽ ആകൃഷ്ടരാണ്, എല്ലാവരും മദ്യത്തിൽ, രാഷ്ട്രീയത്തിൽ ഒക്കെ ആകൃഷ്ടരാണ്, നമുക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷം ആൾക്കാർ. അപ്പം നമ്മളും ഇതേപോലൊരു സാങ്കേതികം ഇല്ലെങ്കിൽ, ഇതേപോലൊരു അമ്പലമോ ഇതേപോലൊരു ഭക്തന്മാരുടെ സത്സംഗമോ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സന്തോഷം കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രീല പ്രഭുപാദ് ഇത്രയും ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന് ഈ അവസാനത്തെ 70 വയസ്സിൽ അത് എത്രയും ചെയ്തത്. നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കാണുന്ന ആൾക്കാരെല്ലാം അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആത്മാവിൽ നിന്ന്, ഈശ്വരനിൽ നിന്നാണ്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളാണ്. എങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭൗതികമായ കാര്യത്തിലല്ല സന്തോഷം കണ്ടെത്തുന്നത്, ആത്മാവിലും ഭഗവാനിലുമാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരാത്തവർ, ഇപ്പോൾ ക്ഷേത്രത്തിലോ അമ്പലങ്ങളിലോ ഭക്തന്മാരുമായിട്ട് സംഘം ചേരാത്തവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന്
പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നുണ്ട്. അവർക്ക് തൃപ്തി കിട്ടുന്നില്ല, കാമത്തിൽ അടിമപ്പെട്ട് അവർക്ക് തൃപ്തി എപ്പോഴും ഇല്ല 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 എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ അവരെ പ്രോത്സാഹിപ്പിക്കും ആൾക്കാർ. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അവസാനത്തെ ഇതിൽ പറയുന്നത്, എങ്കിലും ലോകം ചിലപ്പോൾ കൃത്രിമ ഉപായങ്ങൾ കൊണ്ട് അവർക്ക് പൊള്ളയായൊരു ബഹുമതി സൃഷ്ടിച്ചു വരും. ഒരുപാട് സിനിമാ താരങ്ങൾക്കും മറ്റെല്ലാവർക്കും നിങ്ങൾ വലിയ വലിയ ആളാണോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്ര ആൾക്കാർ ഇത് ചെയ്തു, നിങ്ങൾ ഇത്ര ചില സിനിമ അവർക്കൊക്കെ ഫേമസ് ആവാൻ വേണ്ടി അവർ ഡൈവോഴ്സൊക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഫേമസ് ആവും. അപ്പം ആ ആൾക്കാർ അതിനെ വലിയ വലിയ ഇതായിട്ട് പറയും, ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ വിചാരിക്കും അവരുടെ ലൈഫ് അവർ ശരിയായ ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ നരകത്തിലേക്ക് വഴുതി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലൊരു പ്രസ്ഥാനം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതേപോലൊരു പ്രഭുപാദിന് എത്രയോ കൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. പ്രഭുപാദിന് വേണമെങ്കിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്തിട്ട് നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിലും ശ്രീ വരാഹത്തും ഒക്കെ പോയി അത് ചെയ്തോ. പക്ഷെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഭുപാദ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഭക്തന്മാരുടെ ഒരു സംഘത്തെ വയ്ക്കാനാണ്. ആ സംഘത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സുഖം അന്വേഷിക്കേണ്ടത് ഈ ഭൗതിക കാര്യത്തിലല്ല, ആത്മീയപരമായുള്ള കാര്യത്തിലാണ് നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രഭുപാദ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഈ ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ച് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമ്മളെ തൃപ്തരാക്കാൻ പോകുന്നില്ല. നമുക്ക് കൂടുതൽ വേണം എന്നുള്ള ചിന്ത മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരുപാട് പേര് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രഭുപാദിൻ്റെ സമയത്ത് തന്നെ ഒരു വലിയൊരു സിംഗറുണ്ട്. ആ സിംഗർ അമേരിക്കയിലുള്ളതാണ്. ഹെൻഡ്രിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റാപ്പ് മ്യൂസിക്കും ഇതൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ പ്രഭുപാദ് ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നായിരുന്നു ഒരു മ്യൂസിക് ആൽബത്തിൽ. അപ്പോൾ അദ്ദേഹം ഈ വിശ്വരൂപത്തിൻ്റെ ഇതുണ്ട്, പല തലകളൊക്കെയുള്ള വിശ്വരൂപത്തിൻ്റെ ഭഗവാന്റെ തലകൾ. അപ്പോൾ നടുക്കത്തെ രൂപത്തിൻ്റെ വിഷ്ണുവിൻ്റെ തല അദ്ദേഹം വെട്ടിമാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയാണ് വെച്ചത്. അങ്ങനെ വെച്ചിട്ട് അദ്ദേഹം അത് ഒരു മ്യൂസിക് ആൽബത്തിൻ്റെ പോസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പം പ്രഭുപാദ് ഇത് കണ്ടപ്പോൾ പ്രഭുപാദ് എന്ത് പറഞ്ഞത്, ഹീസ് ഇൻവൈറ്റിംഗ് ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ വിളിച്ചു വരുത്തുകയാണ് എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. ഈ വ്യക്തി തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സും എല്ലാം ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കാനും ഒക്കെ ഫോളോവേഴ്സും. പ്രഭുപാദ് ഉള്ള സമയത്ത് തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ട് ഒരു ബാത്റൂമിലേക്ക് കയറി വൊമിറ്റ് ചെയ്തിട്ട് ആ വൊമിറ്റിങ് തന്നെ അദ്ദേഹത്തിൻ്റെ ആസ്പിറേറ്റ് ചെയ്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നേരെ ഇങ്ങനത്തെ ഒരു വളരെ മോശപരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് മരണപ്പെട്ടു പോയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ ഒരു പ്രസ്ഥാനം എത്രമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ യൂട്ടിലൈസും കൂടെ ചെയ്യണം. നമ്മൾ ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രത്തിലെ ഭക്തന്മാരുമായിട്ട് ഇടപഴകണം, അവിടെ സേവനങ്ങൾ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ഫിലോസഫിയൊക്കെ നല്ലപോലെ അറിയാമായിരിക്കാം, നാമജപം അറിയാമായിരിക്കാം, വീട്ടിൽ പ്രഭുപാദിൻ്റെ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരേ
ഒരു ഗോൾ ഫോളോ ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള സംഘം കൊണ്ട് മാത്രമേ നമുക്കും ആ ഗോൾ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. സംഘാസഞ്ചായതേ കാമം കാമക്രോധാഭിചായതേ എന്ന് പറയുന്ന സംഘാസഞ്ചായതേ കാമം. നമുക്ക് ഏത് അസോസിയേഷൻ ആരുമായിട്ടാണോ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഗോള് നമുക്ക് ക്രമേണ നമുക്ക് വന്നു ചെയ്യും. നമ്മൾ പ്രഭുപാദനോടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആചാര്യന്മാരോടാണ്, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തി പരിശീലിക്കുന്ന വ്യക്തികളോടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രമേണ അവരുടെ ഗോള് നമുക്ക് വന്നു ചെയ്യും. ഈ പ്രസ്ഥാനം പ്രഭുപാദ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു സാധാരണ അമ്പലം പോലെയോ ഒരു ആരാധനാലയം പോലെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭുപാദ നമ്മുടെ ഗോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ ഓരോ ഇസ്കോൺ ക്ഷേത്രങ്ങൾ. നമ്മൾ ആദ്യമേ നമ്മൾ ഭഗവത്ഗീത അനുസരിച്ച് ആചാര്യന്മാർ കേട്ട് നമ്മുടെ ഗോള് ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി നേടാനാണ്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗോള് ഫോളോ ചെയ്യുന്ന ആരും കാണത്തില്ല, ആരും ഈ ഗോള് ഫോളോ ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അവർ നമ്മളെയൊക്കെ ഒരു അവരുടെ ഒരു മാറിയ വ്യക്തികൾ പോലെ ആയിട്ടും അവർ നമ്മളെല്ലാം കാണുന്നു. അവരുടെ ലൈഫ് ഗോളിൽ നിന്ന് മാറിയ വ്യക്തികളാണ്. പക്ഷെ ഇവിടെ വരികയും ഇവിടെ അസോസിയേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കും ക്രമേണ ഭക്തന്മാരുടെ ഗോള് നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു വരും. അപ്പോൾ കാമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഭഗവത്ഗീതയിൽ വായിച്ചൊരു കാര്യം, ഇപ്പോൾ അത് ഒറ്റ സെൻറ്റൻസിൽ അത് പറയുന്നുണ്ടായിരുന്നു. കോട്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അതിനകത്ത് പ്രഭുപാദ് പറയുന്നത് ഇതിൽ ഫാൾ ഡൗൺ അല്ലെങ്കിൽ വീഴ്ച പറ്റുന്നതിന് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് പറയുന്നത് നമ്മുടെ മനസ്സ് ഭഗവാന്റെ സേവനത്തിൽ വ്യാപരിച്ചിരിക്കാൻ. നമ്മുടെ മനസ്സ് ഭഗവാന്റെ സേവനത്തിൽ വ്യാപരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വീഴ്ച പറ്റില്ല എന്ന് പ്രഭുപാദ് പറയും. അപ്പം അതാണ് നമ്മൾ ഈ പ്രസ്ഥാനം നമുക്ക് യഥാർത്ഥത്തിൽ ഓഫർ ചെയ്യുന്ന കാര്യം. നമ്മൾ അവിടെ പോകും, സേവനം ചെയ്യും. അവിടെ ഒരു ഡിവോട്ടി കാണുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ നാമം ജപിച്ചോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പ്രസാദം കഴിച്ചോ, നാമം ജപിച്ചോ, ഇങ്ങനെ കാര്യങ്ങൾ, ഈ സേവനം ചെയ്യുമോ, ഇത്തരം കാര്യങ്ങളായിരിക്കും ചെയ്യും. ചിലപ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ ഉടനെ നാമം ജപിച്ചോ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എനിക്കിന്ന് ജപം ചെയ്യണമെന്നുള്ള കാര്യമെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ട് അപ്പോഴത്തേക്കും. അപ്പോൾ അതേപോലെ നമ്മുടെ മനസ്സിനെ വീണ്ടും ഈ ഒരു ഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. മനസ്സിനെ ഭഗവാനിലും ഭഗവാന്റെ സേവനത്തിലും വ്യാപരിച്ചിരിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ നരകത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ കാമം, ക്രോധം, മതം, ലോകം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ മനസ്സ് നമ്മുടെ കയ്യിലുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ പുരോഗതി എന്നുള്ളത്. അതിന് നമുക്ക് വേറെ എക്സ്റ്റേണലി ഒരു ഇതും ആവശ്യമില്ല. നമുക്ക് പല രീതിയിലത് ചെയ്യാം. നമുക്കിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ മുമ്പിൽ ഒരു ഭഗവത്ഗീത എടുത്ത് വയ്ക്കാം. നമുക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ കുറച്ച് നാമം ജപിക്കാം. ജോലിക്ക് വണ്ടിയിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ലെക്ചർ കേട്ടുകൊണ്ട് പോകണം. കുക്ക് ചെയ്യുന്ന സമയത്ത് ലെക്ചർ കേൾക്കാം, അല്ലെങ്കിൽ കീർത്തനങ്ങൾ കേൾക്കാം. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ മനസ്സ് ഇതിൽ ഭഗവാനെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മനസ്സ് പൂർണ്ണമായിട്ട് നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കാമത്തിലേക്ക് നമ്മൾ വീഴ്ന്നു പോകുന്നതിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ വഴുതി ഇറങ്ങിപ്പോകും. കാരണം ഭൂരിപക്ഷം ആൾക്കാരും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പയസ്സായിട്ടുള്ള ആൾക്കാർ പോലും, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും എത്ര മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട്. അപ്പം അവരും ആ ഒരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രമേണ അവർ അതിനകത്ത് ഊർന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളിത് പ്രഭുപാദ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും കൃഷ്ണനിലും കൃഷ്ണൻ്റെ സേവനത്തിലും വിനിയോഗിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരം അത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് ഗ്യാരണ്ടീഡാണ്. ഈ ഒരു പാതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. നമുക്കൊന്നും ഒരു നിരുത്സാഹത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏത് ലെവലിലാണ്, എത്ര താഴെയാണ്, ഒരിക്കലും ലേറ്റല്ല. അത് നമ്മൾ എത്ര നമ്മൾ ഫാളനാണെങ്കിൽ പോലും നമുക്ക് ചാൻസ്
നഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും പ്രായമായി, ഇത്രയും ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊരു ചിന്താഗതിയെ വേണ്ട. ഏതൊരു വ്യക്തിക്കുമാണ് എത്ര നമ്മൾ ഫാൾ ഡൗൺ ആയ പൊസിഷനിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ കാര്യം പ്രഭുപാദ് പറഞ്ഞു, സിമ്പിൾ ഇൻസ്ട്രക്ഷനാണ്. ഒരുപാട് വലിയ വലിയ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ സേവനത്തിലും വ്യാപരിക്കുക, അതിന് എൻഗേജ് ആക്കുക എന്നുള്ളതാണ് പ്രഭുപാദ്. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ പറ്റും? നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജോലിക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ ജോലിക്ക് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ജോലിയൊക്കെ ആയിരിക്കും, അപ്പോൾ നമുക്ക് ഭഗവാനെയൊന്നും ആലോചിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ധനം, അതിൽ നിന്ന് കിട്ടുന്ന ധനം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും. വളരെ സിമ്പിളാണ് പ്രോസസ്സ്. നമ്മുടെ മൈൻഡിനെ ഭഗവാനിന് എൻഗേജ് ചെയ്യുക, ഭഗവാന്റെ സേവനത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ എൻഗേജ് ചെയ്യാൻ പറ്റില്ല, നമ്മളെപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. അതിനാണ് പ്രഭുപാദ് നമുക്ക് പ്രാക്ടിക്കൽ സർവീസ് തന്നിരിക്കുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു സേവനം നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റെടുക്കണം, അതെൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ടാവും. ചിലർ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, ചിലർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില മറ്റ് ക്ലീനിങ് സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സേവനം ഏറ്റെടുക്കുക. അപ്പോൾ അത് റെഗുലറായിട്ട് നമുക്ക് അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാനായിട്ട്. ഇൻസ്പിറേഷൻ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസാനത്തെ കണിക വരെ നമ്മളത് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ അവസാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ സേവനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്പം ഭഗവാൻ നമുക്ക് അത്രയും നമ്മൾ സിൻസിയറായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് തീർച്ചയായിട്ടും മരണസമയത്ത് അല്ലെങ്കിൽ അതേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഭഗവാൻ തീർച്ചയായിട്ടും ഒരു മേഴ്സി നമുക്ക് തരും. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനുള്ള അവസരം തരികയും നമ്മളെ തിരിച്ചദ്ദേഹത്തിൻ്റെ ദാനത്തിലേക്ക് ക്ഷണിക്കുകയും. നമുക്ക് സിമ്പിൾ പ്രോസസ്സാണ്. അവസാനമായിട്ട് പറഞ്ഞ് ഇന്ന് ഞാൻ ഭഗവത്ഗീത വായിച്ചൊരു പോയിൻ്റാണ്, ഞാൻ ജസ്റ്റ് നോക്കിയിട്ടത് ഇതായിട്ട് ഫോട്ടായിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒരേ ഒരു വഴിയാണ് മനസ്സിനെ ഭഗവാന്റെ സേവനത്തിൽ വ്യാപരിപ്പിക്കുക. എല്ലാ ആചാര്യന്മാരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആ പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. അത് നമ്മൾ നാമം ജപിക്കുമ്പോഴും നമ്മൾ എന്താ പറയുന്നത്? കൃഷ്ണ എനിക്ക് അവിടുത്തെ സേവനത്തിനായിട്ട് വിനിയോഗിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് സേവനത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവനങ്ങൾ കിട്ടും. അപ്പോൾ സേവനത്തിന് ഇതാവാൻ പറ്റും. മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സേവനമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സേവനത്തിന് ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ മാസ്റ്ററാണെന്നുള്ള മൈൻഡ് മാറുകയും ഞാൻ പഴയ പോലെ ഞാൻ സെർവൻ്റ് ആണെന്നുള്ള മൈൻഡിലേക്ക് വരികയും തിരിച്ച് ഈ കാമത്തിൻ്റെ ഇതിൽ നിന്ന് തൈര് തിരിച്ച് പാലായി മാറുകയും ചെയ്യും. അത് ഇമ്പോസിബിളാണ് മെറ്റീരിയൽ വേൾഡിൽ, പക്ഷെ സ്പിരിച്വൽ വേൾഡിൽ അത് സംഭവിക്കും. കാമം കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അത് തിരിച്ച് മാറി ഭഗവത് പ്രേമമായി മാറി നമുക്ക് തിരിച്ച് അപ്പോൾ സിമ്പിൾ പ്രോസസ്സാണ് പ്രഭുപാദ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻസ് നമുക്ക് കാമത്തിൻ്റെ ആസക്തി കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞത് നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടല്ലേ നമുക്ക് കൂടുതൽ ആസക്തി, ഭഗവാനുമായിട്ട് പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടല്ലേ കാമത്തിന് നമ്മൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് പ്രഭു ചോദിച്ചത്. കാമത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രജോഗുണത്തിലാണ് കാമം ഇരിക്കുന്നത്. രജോഗുണത്തിൽ എപ്പോഴും ലാക്കിംഗ് ആണ്. ലാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ തൃപ്തി വരത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും. സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് മതിയാവാതിട്ട് പിന്നെ അദ്ദേഹത്തിന് അത് പോരാതെ സെക്കൻഡ് പാക്കറ്റ്, തേർഡ് പാക്കറ്റ് ഇങ്ങനെ അദ്ദേഹം കൂട്ടി പോകേണ്ടിരും. കാരണം അദ്ദേഹത്തിന് തൃപ്തി വരുന്നുണ്ട്. സംതൃപ്തി എന്ന് പറഞ്ഞൊരു സംഭവം, നമുക്കൊരു തൃപ്തി ഉണ്ടാകും. ആ തൃപ്തി വരുന്നില്ല ഈ കാമത്തിൽ. അത് തൃപ്തി വരുന്നത് പ്രേമത്തിലും ഭക്തിയിലും മാത്രമാണ് വരുന്നത്.
സംതൃപ്തി ഹരിതോഷണം. സംതൃപ്തി ഹരിതോഷണം. നമ്മൾ ഭഗവാനെ തൃപ്തരാക്കിയാൽ നമ്മുടെ ഉള്ളിൽ സംതൃപ്തി, ശരിക്കുള്ള തൃപ്തി വരും. അത് ഇതിലില്ല. ഇപ്പോൾ പ്രഭു ഇപ്പം ചെറുതായിട്ടൊന്ന് തുടങ്ങിയെന്ന് വെച്ചു, ചെറുതായിട്ട് എന്തെങ്കിലും കാമപ്രവർത്തനങ്ങൾ തുടങ്ങി. പ്രഭുവിന് ആദ്യം ഒരു എൻജോയ്മെൻറ്റ് കിട്ടും അതിൽ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ എൻജോയ്മെൻറ്റ് വലിയ ഇത് കിട്ടത്തില്ല. അത് പ്രഭുവിന് അത് കുറച്ചും കൂടെ കൂട്ടിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും, ആൾക്കാരെല്ലാം ആ ഒരു പാതയിലേക്കാണ് പോകുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ പോലത്തെ അല്ലല്ലോ. ഇപ്പോൾ വീണ്ടും കൂടുതൽ ഇന്ദ്രിയാസ്വാദനങ്ങൾക്ക് വേണ്ടിയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ എത്ര കൂട്ടിയാലും അതിന് തൃപ്തി വരത്തില്ല. പക്ഷെ അത് അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പറ്റും ഭഗവാനെ തൃപ്തനാക്കുന്നത് വഴി. ആചാര്യന്മാരത് നമുക്ക് കാണിച്ചു തരിക. അവർ എത്ര ഇപ്പോൾ നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ അവർ ദുഃഖിച്ചിരിക്കുകയാണ്, അവർ സന്തോഷത്തോടിരിക്കും, ഭയങ്കര ഹാപ്പിയാണ്. അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവർ ഈ ഡിവോഷണൽ സർവീസിൽ അവർ ഹാപ്പിയാണ്. നമുക്കും അതേപോലെ ആവാൻ പറ്റും. നമുക്ക് ആ ഫെയ്ത്ത് കൊടുത്തിട്ട് നമ്മളത് ചെയ്യുക എന്നുള്ളത്. പ്രഭുവിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, പ്രഭു ഇപ്പം ഞാൻ കാമത്തിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതിൽ വിഷമിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. പ്രഭു എന്തെങ്കിലും ഒരു സർവീസ് ടെമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫിസിക്കൽ സർവീസ് എന്തെങ്കിലും റെഗുലറി എടുത്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെ ക്രമേണ വളർത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ ചെയ്തതിനെക്കാട്ടിൽ ഇന്ന് കൂടുതൽ ചെയ്യുക അങ്ങനെ. ഇപ്പോൾ ഒരു ഡ്രസ്സിങ് സർവീസ് ആണെങ്കിൽ ആ ഡ്രസ്സിങ് ഇന്നലെ ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടെ മനോഹരമായിട്ടൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ ക്ലീനിങ് സർവീസ് ആണെങ്കിൽ ഇന്നലെ ചെയ്ത ക്ലീനിങ്ങിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല ക്ലീനിങ് ചെയ്യുക, കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യുക, കുറച്ചും കൂടെ അടുക്കും ചിട്ടയായിട്ട് ചെയ്യുക, കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്ത് ചെയ്യുക. ഇങ്ങനെ അത് വളർത്തിക്കൊണ്ടിരിക്കാൻ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുക. അപ്പോൾ പ്രഭുവിൻ്റെ മൈൻഡെല്ലാം അങ്ങനെ ഒരു കാര്യം തന്നെ ഇതുപോലെ ഇത് ചെയ്തു, നാളെ ഇത് ചെയ്തു, മറ്റന്നാൾ ഇത് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ചിന്ത വരുന്നില്ല. നമ്മളൊരു ഓട്ടോമാറ്റിക്കലി പ്രോസസ്സായിരിക്കും, ഒരു റിച്വൽ പോലെ ആയിരിക്കും ചെയ്യുന്നത്, ഒരു ചടങ്ങ് പോലെ ചെയ്യും. ഇപ്പോൾ ജപിക്കുകയാണെങ്കിൽ ഇന്ന് ജപിച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ ഉറങ്ങി ഞാൻ ജപിച്ചു, കുറച്ച് നടന്ന് ജപിക്കാം, അങ്ങനെ അത് വളർത്താനായിട്ട് ശ്രമിച്ചു. ഭക്തിയുടെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസ് ഗ്രീഡാണ്, അത് വളർത്താനുള്ള ഒരു ആഗ്രഹമാണ്. അതുപോലെ ഇങ്ങനെ ചെയ്ത് കാമം ചെയ്ത് ആസ്വദിക്കണം എന്നുള്ള ആ തോന്നലിനെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. ഇനി കൂടുതൽ നല്ല രീതിയിൽ സേവനം ചെയ്യണമെന്നുള്ള. മറ്റേത് പെട്ടെന്ന് സുഖം കിട്ടും, ഇത് പതുക്കെ സുഖം വരത്തുള്ളൂ. പക്ഷെ അത് ആ ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യണം. പ്രഭുപാദ ഗ്യാരണ്ടി നല്ലൊരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസിന് പ്രഭുപാദ ഇന്ന് മനസ്സിനെ ഭക്തിയിൽ വ്യാപരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൾ ഡൗൺ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം. നമ്മൾ ഇതിൽ ആഴത്തിൽ തുല്യ പ്രാധാന്യം കൊടുത്താൽ ആ ബുദ്ധിമുട്ട് നമുക്ക് തോന്നത്തില്ല. ശരിയാണോ? ശരി. നമ്മളെ കുറിച്ച് സ്നേഹത്തോടുകൂടി ഭക്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്കെപ്പോഴും ഭക്തി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മൾ ഈ സീനിയർ ഡിവോട്ടീസും മറ്റും പറഞ്ഞിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതുകൊണ്ടാണ്, നമുക്കിഷ്ടമില്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് രുചിയില്ലാതെ തോന്നുന്നത്. നമുക്ക് അത് എന്തായാലും ഇവരെന്നോട് പറഞ്ഞു ഞാനിത് നല്ല രീതിയിൽ ചെയ്യാം നോക്കാം പറഞ്ഞാൽ പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മനസ്സോടെ ചെയ്താൽ നമ്മുടെ സീനിയർ ഡിവോട്ടീസ് നമ്മളോട് ഇന്നും പറയും, നാളെയും പറയും, മറ്റന്നാളും പറയും. കാരണം അവർക്ക് തൃപ്തി വരുന്നില്ല നമ്മുടെ സേവനം കണ്ടിട്ട്, അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കും അതൊരു ഇതാണ്. പക്ഷെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കിട്ടി അതെടുത്തിട്ട് നമ്മൾ തന്നെ അത് വളർത്താനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് അവർ പിന്നെ വരണമെന്ന് പറയത്തില്ല. അപ്പോൾ പ്രഭുപാദൻ്റെ അടുത്ത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ഒരു ഇൻസ്ട്രക്ഷനെ പറഞ്ഞ് നിനക്ക് പൈസ കിട്ടുമ്പോൾ ബുക്സ് പ്രിൻ്റ് ചെയ്യണം, ഈ ഇംഗ്ലീഷ് ഭാഷയിൽ കൃഷ്ണബോധം പ്രചരിപ്പിക്കണം. പ്രഭുപാദ് ആ ഇൻസ്ട്രക്ഷനെ എടുത്തിട്ട് അതിനെ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പം ആചാര്യന് വന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു. അതേപോലെ പ്രഭു ഇപ്പോൾ 16 റൗണ്ട് ജപിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അത് പ്രഭു എടുത്ത് പ്രഭു തന്നെ അത് ചെയ്യും. അപ്പോൾ ആരും ചോദിക്കുന്നില്ല നീ ഇന്ന് ചെയ്തോ, ഇന്നലെ ചെയ്തില്ലേ,
അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഒന്നേ മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നു, ഇനി എല്ലാ ദിവസവും ഈ സീനിയർ ഡിവോട്ടി ഇങ്ങനെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ജലിച്ചോ. ഇപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് കുറ്റബോധം അത് എല്ലാം വിഷമമൊക്കെ വന്ന് നമുക്ക് എല്ലാവരും മടുപ്പായിട്ടാണ് പോകുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് പ്രഭു തന്നെ അത് പ്രഭുവിൻ്റെ ടൈമിൽ അത് വളർത്തി കൊടുക്കും. കൂടുതൽ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സന്തോഷത്തോടെ നിന്ന് ഭക്തി ചെയ്യാനായിട്ട് അതിനകത്ത് തൃപ്തിയുണ്ടാവും, സന്തോഷമുണ്ടാവും. വേറെന്തെങ്കിലും ചോദ്യം? പോയിന്റ് കുറിച്ച് ഷെയർ ചെയ്തു. ഇപ്പം നമ്മുടെ മനസ്സ് പ്രധാന സേവനത്തിൽ വ്യാപൃതമാണെന്നാണ്. നമ്മൾ ലൈഫിൽ നമുക്കിപ്പം നമ്മൾ മോർണിംഗ് സമയത്ത് നമ്മൾ ജപിക്കുകയായിരിക്കും, ആ സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും നമ്മളത് ഇരിക്കണം. പക്ഷേ നമ്മൾ പുറത്ത് പോവുകയും മൊബൈൽ എടുക്കുകയും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു തോട്ട് നമ്മൾ മൈൻഡിൽ നിന്ന് പോയി പോകും. അപ്പോൾ അതിനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചോദിച്ച നല്ലൊരു പോയിന്റാണ്. രാവിലത്തെ സമയം നമ്മൾ ഭക്തിയിൽ നിൽക്കും, പക്ഷെ പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ ഒരു മൈൻഡ് പോകുന്നതാണ്. രാവിലത്തെ ആ ഒരു സാധന പീരീഡ് അറ്റ്ലീസ്റ്റ് സമയം കൂട്ടിയാൽ കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മണിക്ക് 7 മണിക്ക് എണീച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമുക്കൊരു 9 മണി വരെയൊക്കെ ഒരു സത്വഗുണത്തിൻ്റെ പീരീഡായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ രജോഗുണമായി കഴിയും, പിന്നെ ക്വാളിറ്റി കാണത്തില്ല. പക്ഷേ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാൾ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്നയാൾക്ക് 3 മണി തൊട്ട് 8 മണി വരെ ആ 5 മണിക്കൂർ അയാൾക്ക് ആ ക്വാളിറ്റി ടൈം കിട്ടിയിരിക്കും. അപ്പോൾ അത്രയും ക്വാളിറ്റി ടൈം ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിന് ആ ഓർമ്മ നിലനിർത്താൻ പറ്റും. പക്ഷെ മറ്റൊരു വ്യക്തി ചിലപ്പോൾ ഒരു 6 മണിക്കോ ഒക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ 6 മണി തൊട്ട് 2 മണിക്കൂറേ കിട്ടും. അപ്പോൾ അത്രയും മോർണിംഗ് ടൈം ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് നിലനിർത്താനായിട്ട് ഒരു സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, എത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അയക്കാവുന്നതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് അത് പറ്റില്ല. നമുക്ക് ആ ഒരു ഇത് വേണം, ആ ബൂസ്റ്റ് വേണം. അതിന് നമുക്ക് മോർണിംഗ് ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇല്ല. ജ്ഞാനവും വിജ്ഞാനവും അത് ശീല പ്രഭുപാദ് ഞാൻ വായിച്ച ആ പർപ്പോട്ടിൽ തന്നെയാണ് പറയുന്നത്. ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ നോളജാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും കൂടെ ചേർന്നാണ് വാട്ടർ മോളിക്യൂൾ. അപ്പോൾ അത് നമ്മൾ തിയറി ക്ലാസ്സിൽ കേട്ടു. അതാണ് ജ്ഞാനം. പക്ഷെ നമ്മൾ ലാബോറട്ടറിയിൽ പോയിട്ട് 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും കൂടെ ചേർന്ന് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലൊരു വെള്ളം കിട്ടും. അപ്പോൾ അതാണ് വിജ്ഞാനം, നമ്മളത് സാക്ഷാത്കരിച്ചു. അപ്പോൾ അതേപോലെ നമ്മൾ ആത്മാവാണെന്ന് പഠിച്ചിരിക്കുന്നു, അതെല്ലാം നമ്മുടെ ജ്ഞാനമാണ്. നമുക്കറിയാം നമ്മൾ ആത്മാവാണ്, ശരീരമല്ല എന്നറിയാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് വിഷമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരിക ബോധത്തിലായിരിക്കും ഇടപഴകുന്നത്. ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം ഭൂരിപക്ഷം നമ്മളെല്ലാവരും ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ തലത്തിലെത്തിയ ഒരു വ്യക്തി ഇമോഷണലി അത് ഫീൽ ചെയ്യും. ആ ഇമോഷണൽ കണ്ടന്റ് വരുമ്പോഴാണ് വിജ്ഞാനം വരുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു വ്യക്തിക്ക് ഒരു വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് വെച്ചു. നല്ല അറ്റാച്ച്മെൻറ്റ്. ആ വ്യക്തി പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് ആ വീട് എന്തോ അഗ്നിക്കിരയായി പോയി. അപ്പോൾ എങ്ങനെയാണ് അത് ഇമോഷണലി അദ്ദേഹം ഡീവാസ്റ്റേറ്റഡ് ആയിരുന്നു, ഭയങ്കര വിഷമമായി പോകും. അത്രയും വീട്, എൻ്റെ സാധനങ്ങൾ, ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം അതിനകത്ത് കത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമായി മാറും. പക്ഷെ ഒരു പരിശുദ്ധ ഭക്തനാണെങ്കിൽ അദ്ദേഹം ഇമോഷണലി അദ്ദേഹം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതല്ല. എൻ്റെ
ഞാനൊരു ഭക്തനാണ്, അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യണം, എനിക്ക് വിഷമിക്കാൻ പാടില്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇമോഷണലി ആ ഒരു ഇത് ഭഗവാൻ തന്നതാണ്, ഭഗവാൻ എടുത്തിട്ട് പോകുന്നത്. അത് നമ്മൾ ആ ലെവലിലല്ല, അത് നമ്മളാരും പറയുന്നത് നമ്മളാരും ആ ലെവലിലല്ല. നമ്മൾ തിയററ്റിക്കൽ നോളജേ ഉള്ളൂ. അത് പ്രാക്ടിക്കൽ നോളജിലേക്ക് വരുന്നതിനെയാണ് വിജ്ഞാനം, അതായത് സാക്ഷാത്കാരം എന്ന് പറയും, റിയലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അത് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഇത് പൂർണ്ണമായിട്ട് ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ അത് ബൈ പ്രാക്ടീസ് നമുക്കത് വരും എന്നാണ്. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय. രഥയാത്രയുണ്ട് ഈ ജൂലൈ 5-ാം തീയതിയാണ്. ഒരു 2:30 ആകുമ്പോഴത്തേന് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും വരാം. അവിടെ വെച്ചിട്ടാണ് രഥം വലിക്കുന്നത്. അവിടെ ഉച്ചയ്ക്കുള്ള പ്രസാദവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും വന്ന് ചെറിയൊരു പ്രോഗ്രാം കാണും. അതിനുശേഷം രഥം വലിക്കും. അത് നേരെ LMS ചർച്ചിൻ്റെ അവിടെ വന്ന് അവിടുന്ന് അത് പാളയം, ആയുർവേദ കോളേജ് ജംഗ്ഷൻ, ഈസ്റ്റ് ഫോർട്ട്, തെക്കേ നടയുടെ അവിടെ ഒരു കല്യാണ മണ്ഡപത്തിലാണ് അത് എൻഡ് ചെയ്യുന്നത്. കിഴക്കേണ്ട കാർത്തിക തിരുനാളായിട്ട് കിഴക്കേ നടയിലാണ് എൻഡ് ചെയ്യുന്നത്. എല്ലാവരും വരിക, നല്ലൊരിതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത് രഥയാത്ര. പിന്നെ ഇന്നത്തെ പ്രസാദം നമുക്ക് തന്നത് ഹർഗ്രേസ് ജ്യോതിർമയി മാതാജിയാണ്. മാതാജിയുടെയും ഫാമിലിയുടെയും ആയുരാരോഗ്യത്തിനും ആത്മീയ പുരോഗതിക്കും വേണ്ടി 3 വട്ടം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ